Hello friends, welcome to Time for Greatness. 50 things only weak people can do. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവർ വീക്ക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു കാരണത്തിൽ വിശ്വസിക്കുന്നവർ സ്ട്രോങ് പേഴ്സൺ ആണ്. വീക്ക് പേഴ്സണും സ്ട്രോങ് പേഴ്സണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരേ സാഹചര്യത്തിൽ ഈ രണ്ടു കൂട്ടരും വ്യത്യസ്തമായ തീരുമാനങ്ങളായിരിക്കും എടുക്കുക. ഒരേ സിറ്റുവേഷന് ഈ രണ്ടു കൂട്ടരും രണ്ട് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുക. അതേപോലെ ഈ രണ്ടു കൂട്ടരും ചിന്തിക്കുന്നത് പോലും ഡിഫറന്റ് ആയിരിക്കും. സ്ട്രോങ് പീപ്പിൾസിനെ വെച്ച് നോക്കുമ്പോൾ ഈ വീക്ക് ആയിട്ടുള്ള ആളുകൾ എന്താണ് വ്യത്യാസമുള്ളവർ? ഈ വീക്ക് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്ന് അറിയണ്ടേ? ഇങ്ങനെ വീക്കായിട്ടുള്ള ആളുകൾ മാത്രം ചെയ്യുന്ന 15 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്പർ 1, ദേ ഫീൽ എൻടൈറ്റിൽഡ് ടു സക്സസ്. ഈ ലോകത്തെ മുഴുവൻ പൈസ കൊടുത്ത് വാങ്ങാൻ ആർക്കെങ്കിലും കഴിയുമോ? ആർക്കും കഴിയില്ല. എന്നാൽ വീക്ക് പീപ്പിൾസിന്റെ ചിന്താഗതി ഇങ്ങനെയായിരിക്കും. സ്ട്രോങ് പീപ്പിൾസ് ലൈഫ് എപ്പോഴും സന്തോഷമുള്ളതൊന്നും ആയിരിക്കില്ല. ലൈഫിൽ സ്ട്രഗിൾസ് എല്ലാം വരും എന്നൊക്കെ മനസ്സിലാക്കിയവരായിരിക്കും. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണം അതിനുവേണ്ടി പരിശ്രമിക്കാൻ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്ന് അവർക്ക് അറിയും. നമ്മൾ കഠിനമായി പരിശ്രമിക്കണം, നമ്മൾ അധ്വാനിക്കണം, നമ്മുടെ കംഫർട്ട് സോണൊക്കെ വിട്ട് നമ്മൾ പുറത്തു വരണം, നമ്മൾ കണ്ടിന്യൂ ആയി പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ പോകുന്ന വഴിയിൽ പല പരാജയങ്ങളും ഉണ്ടാവും, അതിനെ നേരിടണം. ഇതും നല്ലപോലെ അറിയുന്നുണ്ടാവും. എന്തെല്ലാം പരാജയങ്ങൾ നേരിട്ടാലും ഇനിയും ഞാൻ പരിശ്രമിച്ചിട്ട് വേണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് തടയാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പരാജയങ്ങളിലൂടെ മാത്രമാണ് ഞാൻ യഥാർത്ഥ വിജയത്തിലേക്ക് സഞ്ചരിക്കാൻ പ്രാപ്തനാവുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും ഈ വീക്ക് പീപ്പിൾസ്. അവരുടെ പ്രവൃത്തികളെല്ലാം തന്നെ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ ആയിരിക്കില്ല, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എനിക്ക് ഈ പ്രപഞ്ചം എല്ലാ വിജയങ്ങളും ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കും അവർ. സ്ട്രോങ് പീപ്പിൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. വീക്ക് പീപ്പിൾ എന്ത് ചെയ്യുന്ന അറിയുമോ? വീക്ക് പീപ്പിൾസിന് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അവർക്കെല്ലാം പ്രപഞ്ചം കൊണ്ടുവന്ന് കൊടുക്കണം. എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തൻ്റെ ചുറ്റുമുള്ള ആളുകൾ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നവരായിരിക്കും വീക്ക് പീപ്പിൾസ്. മാത്രമല്ല, ഈ പ്രപഞ്ചം എന്നോട് കരുണ കാണിച്ചില്ല, എൻ്റെ വിധിയാണെന്നൊക്കെ പറയുന്നവരായിരിക്കും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സക്സസ് ഒന്നും നിങ്ങളുടെ മടിയിലേക്ക് ആരും കൊടുന്ന് വെച്ച് തരുമൊന്നുമില്ല. ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് കാരണത്താൽ സ്ട്രോങ് പീപ്പിൾസിനെ വെച്ച് വീക്ക് പീപ്പിൾസ് എപ്പോഴും വിജയം നേടുവാൻ വേണ്ടി വളരെ കാലം കാത്തിരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിജയം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതും പിന്നെ പോരാടാൻ തയ്യാറാവാതിരിക്കുന്നതുമാണ് ഇതിന് കാരണം. ഈ ലോകത്തിൽ നിന്ന് വെറുതെ ആർക്കും ഒന്നും കിട്ടുകയില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി, ഈ ഒരു യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയി മാറണമെന്നുണ്ടെങ്കിൽ വിജയം വെറുതെ കിട്ടുന്നതല്ല, കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ കിട്ടൂ എന്ന് ആദ്യം വിശ്വസിക്കൂ. രണ്ടാമത്തെ പോയിന്റ്, ദേ ഡോണ്ട് അലോ വൾണറബിലിറ്റി. തനിക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പുറത്ത് കാണിക്കില്ല. സക്സസ് പീപ്പിൾ തനിക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും പുറത്ത് കാണിക്കില്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നുണയാണ്. വാസ്തവത്തിൽ നമുക്ക് ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളെ പുറത്തു പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മനക്കരുത്ത് വേണം. ഒരു ബന്ധത്തെ നമ്മൾ കാര്യഗൗരവത്തോടു കൂടി സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇമോഷൻസിനെ നന്നായി സ്വാധീനിക്കില്ലേ? വാസ്തവത്തിൽ വീക്ക് പീപ്പിൾസ് ആണ് എല്ലാം മറച്ചു വെക്കുക. അതായത് എന്തെങ്കിലും തരത്തിലുള്ള എന്റെ കുറവുകൾ മറ്റുള്ളവർ ഡിറ്റക്ട് ചെയ്താലോ എന്ന് പേടിച്ചിട്ട് തനിക്ക് പറ്റുന്ന അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവർ പുറത്തു പറയില്ല. അതുകൊണ്ട് റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും എല്ലാം മൂടി വെക്കാനാണ് അവർ ശ്രമിക്കുക. എന്നാൽ അങ്ങനെ മൂടി വെക്കാനോ മറച്ചു വെക്കാനോ ഇവിടെ ഒന്നും തെറ്റ് സംഭവിക്കുന്നില്ലല്ലോ. പ്രശ്നങ്ങളെ ആവശ്യമുള്ളിടത്ത് പറയാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വലുതാവുകയാണ് ചെയ്യുക. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയൊക്കെ എന്നിട്ട് വീക്ക് പീപ്പിൾസ് പറയാൻ തുടങ്ങും. ഞാൻ എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തനാണെന്ന് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ അവനവന്റെ വീക്ക്നെസ്സുകൾ, അവനവന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ ശ്രമിക്കാതെ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് തുറന്നു പറയുന്നതാണ് ഒരു സ്ട്രോങ് വ്യക്തിയുടെ ഏറ്റവും നല്ല പ്രത്യേകത. വീക്ക് പീപ്പിൾസ് അത് ചെയ്യില്ല. ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു അമേസിംഗ് ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് നെക്സ്റ്റ് ലെവൽ. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു പ്രൊഫഷണൽ റേറ്റിംഗ് നേടുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളുടെ റേറ്റിംഗുകൾ അടിസ്ഥാനമാക്കി തൊഴിലവസരങ്ങൾ അൺലോക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ നെക്സ്റ്റ് ലെവൽ. ഇത് വളരെ ലളിതമായിട്ടൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷണൽ പ്രൊഫൈൽ സൃഷ്ടിക്കാൻ നെക്സ്റ്റ് ലെവൽ നിങ്ങളെ സഹായിക്കുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആപ്പിലുള്ള മറ്റുള്ളവരുമായിട്ട് കോഡിംഗ് മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ടാണ് നിങ്ങളിത് നിർമ്മിക്കുന്നത്. നിങ്ങൾ ഓരോ കോഡിംഗ് മത്സരങ്ങൾ കടക്കുമ്പോഴും നിങ്ങളുടെ റേറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ റേറ്റിംഗ് കൂടുന്തോറും നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ അറിവും നൈപുണ്യവും ഒക്കെ പരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൂപ്പർ ഇന്ററാക്റ്റീവ് രസകരവുമായ ഒരു ഗെയിം പ്ലേ ആണിത്. ഈ നെക്സ്റ്റ് ലെവലിൽ ഇതിനകം തന്നെ വിവിധ ഡൊമൈനുകളിലുടനീളമുള്ള പല കമ്പനികളുമായി പാർട്ണർഷിപ്പിലാണ്. അതിൽ ചില എക്സാമ്പിൾ പറയാം. CTS, HCL, TCS, ഇൻഫോസിസ്, കോൺസെൻട്രിക്, SAP ലാബ്സ്, അതുപോലെ ഈ ലേണിംഗ് പ്രൊവൈഡർമാരായ സ്കെയിലർ, സിംപ്ലി ലേൺ, K12 ടെക്നോ സർവീസസ്, അതുപോലെ ഹെൽത്ത് ടെക്കായ ഹെൽത്ത് പിക്സ്, കുസും ഹെൽത്ത് കെയർ, ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിംഗ് മേഖലയിലെ ICICI, ഗ്രോ, സ്റ്റോക്ക് ഗ്രോ, ഇ-കോമേഴ്സ്,
കാഷിഫൈ ഇങ്ങനെയുള്ളവരായ എല്ലാം ടൈപ്പാണ്. നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്യുവാനും കോഡിംഗ് മത്സരങ്ങളിലേക്ക് വെല്ലുവിളിക്കുവാനും സാധിക്കും. ഈ ആപ്പ് ഫ്രീ ആണ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ്. ഉടൻ തന്നെ iOS-ൽ ലോഞ്ച് ചെയ്യും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിന്റെ വെയിറ്റ് ലിസ്റ്റിൽ ചേരേണ്ടതുണ്ട്. നിങ്ങളുടെ വെയിറ്റ് ലിസ്റ്റ് കൺഫേം ആയാൽ ഉടൻ നിങ്ങൾക്ക് ആപ്പിൽ പ്ലേ തുടങ്ങാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ആപ്പിലേക്ക് ആക്സസ് ലഭിക്കുവാൻ വേണ്ടി വെയിറ്റ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ വെയിറ്റ് ലിസ്റ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് തുറന്ന് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും മത്സരങ്ങളിലേക്ക് വെല്ലുവിളിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് റെഫർ ചെയ്യാൻ മറക്കരുത്. വെയിറ്റ് ലിസ്റ്റിൽ മുന്നേറാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സും പിൻ കമന്റും നോക്കുക. ഡീറ്റെയിൽസ് അവിടെയുണ്ട്. നല്ലൊരു കരിയർ നിങ്ങൾക്ക് നേരുന്നു. ബാക്ക് ടു ദ വീഡിയോ. അടുത്ത നമ്പർ 3, ഇൻഡൽജിങ് ഇൻ സെൽഫ് പിറ്റി. വീക്ക് പീപ്പിൾ എപ്പോഴും ക്ഷമ ചോദിക്കുവാനൊന്നും മടിക്കാത്തവരൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് സമ്മതിച്ചവരായിരിക്കും. എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് അവരാണ് ഇവരാണ് കാരണം എന്നൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതിനൊക്കെ കാരണം മറ്റുള്ളവരാണെന്നല്ല അർത്ഥം. എന്നാൽ സ്ട്രോങ് പീപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്റെ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, തന്റെ മുന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു പർവ്വതം പോലെയാണ് കാണുക. ആ പർവ്വതത്തെ താണ്ടി ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വിജയിക്കും എന്നുള്ളൊരു ചിന്താഗതി സ്ട്രോങ് പീപ്പിൾസിന് ഉണ്ടാകും. അവരുടെ ജീവിതം എന്ന കപ്പൽ തന്നെ മുങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും വേറൊരു കപ്പലിൽ കയറി കൂടിയിട്ട് അടുത്തൊരു റീസ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആർജവം അവർക്കുണ്ടാവും. എന്നാൽ വീക്ക് പീപ്പിൾ അങ്ങനെ ചിന്തിക്കില്ല. കപ്പലിൽ പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടാവും. ഈ കപ്പലിനെ ആരെങ്കിലും രക്ഷിക്കും, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുക. തടസ്സങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി പ്രയത്നമൊന്നും ചെയ്യാതെ എന്താണ് ഈ തടസ്സം മാറാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അവരുടെ ജീവിതം എന്ന കപ്പൽ മുങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിലും വേറെ ആരെങ്കിലും ഒരു കപ്പലുകൊണ്ട് വന്ന് എന്നെ രക്ഷിക്കുന്നതായിരിക്കും അവർ വിചാരിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കുന്നു വിചാരിക്കും, അല്ലാതെ ഞാൻ വേണം എൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ അവർ ചിന്തിക്കുകയില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കാരണം ഈ വീക്ക് പീപ്പിൾ പല പല പ്രശ്നങ്ങൾ സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ആക്കിയത് എൻ്റെ സാഹചര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിക്ടിമായിട്ട് അവർ പുലമ്പിക്കൊണ്ടിരിക്കും. എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് മോശ സംഭവങ്ങൾ എന്നൊക്കെ പറയും. ഇങ്ങനെ പറയുന്ന ആളുകളെല്ലാം വീക്ക് പീപ്പിൾ ആണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണേ. ഇതിനെല്ലാം കാരണം അവരുടെ മെന്റാലിറ്റി ആണെന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. അത് കാരണം അവർ കൂടുതൽ ട്രബിളിലേക്ക് ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. തന്റെ ജീവിതത്തിന്റെ മേലെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നത്. ജീവിതം എന്തെങ്കിലും ശരിയാവും എന്ന് കരുതി പ്രതീക്ഷിക്കുന്നവരാണ് അവർ. അതാണ് അതിന്റെ പ്രശ്നം. അടുത്തത് നമ്പർ 4, ബി ഇംപേഷ്യന്റ്. വീക്ക് പീപ്പിൾസിന് തന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ ഒരു ക്ഷമയുണ്ടായിരിക്കില്ല. എനിക്ക് ഇപ്പം തന്നെ റിസൾട്ട് വേണം, വേഗം റിസൾട്ട് വേണം, ഈ ഒരു ചിന്താഗതിയായിരിക്കും വീക്ക് പീപ്പിൾസിന് ഉണ്ടാവുക. എന്നാൽ അതേസമയം സ്ട്രോങ് പീപ്പിൾ എങ്ങനെയായിരിക്കും അറിയുമോ? ഞാൻ ഇപ്പോൾ ശരിയായിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക, എനിക്ക് ആവശ്യമുള്ള സമയമാകുമ്പോൾ, അതിന്റെ റിസൾട്ട് ഉണ്ടാകേണ്ട സമയമാകുമ്പോൾ റിസൾട്ട് വന്നോളെന്ന് കരുതിക്കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു മാനസികാവസ്ഥ, ഒരു ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യത കൂടുതലല്ലേ. അടുത്തത് നമ്പർ 5, റാന്റ് ആൻഡ് റേഞ്ച്. കോപം ഉണ്ടാവുക എന്നുള്ളത് ഹ്യൂമൻ ബീയിങ്സിന് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ചില സമയത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാം, ചില സമയത്ത് ആരെങ്കിലും നമ്മളെ ചതിച്ചിട്ടുണ്ടാവാം, നമ്മളുടെ ഇമോഷനെ വളരെയധികം ഹർട്ട് ചെയ്യുന്ന സമയങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ശാന്തമായിട്ട് പോകാൻ ചിലപ്പോൾ പറ്റില്ല. എന്നാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ആ ഇമോഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് വീക്ക് പീപ്പിൾസിന് അറിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്ന് പോലും അറിയില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോടാ എന്താ സംസാരിക്കുക, എന്താണ് ചെയ്യുക എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഈ സ്ട്രോങ് പീപ്പിൾസിന് കോപം വരികയില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സ്ട്രോങ് പീപ്പിൾസിന് ഇതുപോലെയുള്ള ഇമോഷൻസ് ഉണ്ടാവും, കോപം വരികയൊക്കെ ചെയ്യും. എന്നാൽ അതിനെയൊക്കെ ഉൾമനസ്സിൽ വെച്ച് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് മാത്രമാണ് ഉള്ളത്. സ്ട്രോങ് പീപ്പിൾ അവർക്കുണ്ടാവുന്ന ഓരോ കാര്യങ്ങളെയും ഓരോ ഇമോഷനെയും ഹാൻഡിൽ ചെയ്യുന്നു. എന്നാൽ വീക്ക് പീപ്പിൾ എല്ലാ കാര്യത്തിനോടും റിയാക്ട് ചെയ്യുന്നു. ഇതാണ് തന്റെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടർക്കുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. നമ്മളോട് വാഗ്വാദം ചെയ്യുക, നമ്മളോട് ദേഷ്യപ്പെടുക ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പോയാൽ മതി എന്നല്ല എല്ലാവരും ചിന്തിക്കുക. എന്നാൽ അങ്ങനെ അവിടെ നിന്നും മാറി രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ആ വാഗ്വാദം അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അൺനെസസറി ഫൈറ്റ് ഉണ്ടാക്കരുതെന്ന അർത്ഥം. അടുത്ത നമ്പർ 6, റെസിസ്റ്റ് ചേഞ്ച്. വീക്ക് പീപ്പിൾസിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരിക്കും. അതായത് അവർക്ക് ആവശ്യമില്ലാത്ത റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ. അതൊന്നും ഇഷ്ടമായിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഈ ഒരൊറ്റ കാരണത്താൽ, കംഫർട്ട്നെസ് ഇഷ്ടപ്പെടുന്ന കാരണത്താൽ പുതിയ ചാൻസസ് വരുമ്പോൾ പോലും അവർ പലപ്പോഴും സ്വീകരിക്കുകയില്ല അത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പം ഞാൻ കംഫർട്ടാണ്, ഇനി ഇതൊക്കെ കൂടെ ഏറ്റെടുത്ത് എൻ്റെ സമാധാനം പോകുമോ എന്നൊക്കെ ടെൻഷനാവും. മാത്രമല്ല അവർക്ക് ഈ തോൽവിയെ വളരെ ഭയമായിരിക്കും. അതുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾക്ക് നിൽക്കില്ല. അത് കാരണത്താൽ പുതിയ അവസരങ്ങൾ കിട്ടുമ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ സ്ട്രോങ് പീപ്പിൾസ് മാറ്റങ്ങളെ എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഒരു മാറ്റം ഞാൻ കൊണ്ടുവന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇനിയും മതിപ്പ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് അവരതിലേക്ക് കടക്കും. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും പഠിച്ചെടുത്തിട്ട് അത് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ എന്താ ഒരു പ്രശ്നമില്ലാതെ സ്വീകരിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അങ്ങനെയല്ല, അവർക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ പുതിയൊരു മാറ്റത്തെ അവർ ഇഷ്ടപ്പെടുന്നത് കാരണത്താൽ ആ ബുദ്ധിമുട്ടുകളെ സഹിച്ചിട്ടാണെങ്കിലും അവരത് ചെയ്യും.
ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്ത് പുതിയ സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. പുതിയ നല്ല നല്ല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. വേറെ സംസ്കാരങ്ങൾ പഠിക്കാൻ, വേറെ രാജ്യങ്ങൾ കാണാൻ ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുമായിരിക്കും. ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പുതിയ പുതിയ പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരികയാണ് ചെയ്യുക. എന്നാൽ വീക്ക് പീപ്പിൾസിന് ഇതൊക്കെ അറിയാമെങ്കിലും മാറ്റം അവർക്ക് ടെൻഷനുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കില്ല. ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്ന ഡിസ്കംഫർട്ടുകളെല്ലാം ഫ്യൂച്ചറിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന വിജയവുമായി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ളത് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല. അടുത്തത് നമ്പർ 7, ഷട്ട് ഡൗൺ. മിണ്ടാതെ ഒരിടത്ത് പോയി ഇരിക്കുക, ഒഴിഞ്ഞു മാറിപ്പോവുക. ഇതൊക്കെ വീക്ക് പീപ്പിൾസ് അവരവരെ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. രംഗങ്ങൾ മോശമാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുകയില്ല. ഇങ്ങനെയാണ് വീക്ക് പീപ്പിൾസ് ചിന്തിക്കുന്നത്. കുറച്ചു കാലം ഒന്ന് റിലാക്സ് ആയി ജീവിക്കണം. ഇങ്ങനെയൊക്കെയാണ് വീക്ക് പീപ്പിൾസ് എപ്പോഴും ചിന്തിക്കുക. ഉദാഹരണത്തിന്, ഒരു വീക്ക് മാൻ തൻ്റെ പാർട്ട്ണറോടൊപ്പം ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണെന്ന് ഇരിക്കട്ടെ. അവരുടെ റെസ്പോൺസ് അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും എന്നറിയുമോ? ഒന്നുകിൽ ആ വാഗ്വാദത്തിൻ്റെ ഇടയിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് രക്ഷപ്പെടും, അവിടുന്ന് മുങ്ങും. ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നത് നിർത്തിയിട്ട് മിണ്ടാതിടത്ത് ഇരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പാർട്ട്ണർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പിറുപിറുത്തോണ്ടിരിക്കും. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സൂത്രം ഒപ്പിക്കും. അതായത് സീരിയസ് ആയിട്ട് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യമില്ല, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വ്യതിചലിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങളൊരു സ്ട്രോങ് പേഴ്സണായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ പഠിക്കുക. ആദ്യം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, മാറി റിലാക്സ് ആയിരിക്കുക, ഇതൊന്നും ഒരു സ്ട്രോങ് പേഴ്സൺ ചെയ്യുന്ന കാര്യമേ ആയിരിക്കില്ല. അടുത്ത നമ്പർ 8, ഫാൾസ് സുപ്പീരിയോറിറ്റി. വീക്ക് പേഴ്സൺ എപ്പോഴും തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു വീക്ക് പേഴ്സൺ ആണെന്നുള്ളത് എപ്പോഴും സമ്മതിച്ചു കൊടുക്കില്ല. എന്നാൽ ഏതൊരാൾക്കും വളരെ സൂക്ഷിച്ചൊന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഒരു വീക്ക് പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അവനവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. അവർ മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് കാണിക്കാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കും. തന്നെ കുറിച്ച് എപ്പോഴും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ കാരണം എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് നമ്പർ 9, ഹോൾഡ് എ ഗ്രഡ്ജ്. മറ്റുള്ളവരുടെ കൂടെയുള്ള കഴിഞ്ഞ കാലത്തിലെ കഥകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വീക്ക് പേഴ്സൺസിന്റെ ഒരു സ്വഭാവമായിരിക്കും. എത്രയോ വർഷം മുമ്പ് നടന്നൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നത്തെ ഒത്തുതീർപ്പിന് പോലും അവർ തയ്യാറായിരിക്കില്ല. കഴിഞ്ഞ കാലത്തിൽ നടന്നുപോയ സംഭവങ്ങളെയൊക്കെ അവിടെ വിട്ടിട്ട് ഈ പ്രസന്റിലേക്ക് വരാതെ അതിൽ തന്നെ കുടുങ്ങി കിടക്കാൻ പാടില്ല. അങ്ങനെ നടന്ന സംഭവങ്ങൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ പോലും അതിന് നല്ല ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇങ്ങനെ പഴയ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുവാനുള്ള ധൈര്യം വീക്ക് പേഴ്സൺസിന്റെ കയ്യിൽ ഇല്ല. അത് കാരണത്താൽ അവരുടെ മനസ്സ് എപ്പോഴും പഴയ കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു കുപ്പത്തൊട്ടി പോലെയായിരിക്കും. ആരുടെയെങ്കിലും കൂടെ എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുക ഈ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട്. നല്ലതൊന്നും തന്നെ നമ്മളെ തേടി വരികയില്ല, ഇതാദ്യം മനസ്സിലാക്കൂ. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങളെ എപ്പോഴും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ധൈര്യത്തോടു കൂടി അതിനെ നേരിടുക, അതിനെ പരിഹരിക്കുക. അല്ലാതെ ഉള്ളിൽ കുറ്റബോധം കൊണ്ടു നടക്കുകയോ മെമ്മറീസ് കൊണ്ടു നടക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് ആകുമോ, അതെങ്കിലും ചെയ്യൂ. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഗുണവും ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാവും. അടുത്തത് നമ്പർ 10, ദേ സീക്ക് സിമ്പതി. ഒരു വീക്ക് പേഴ്സൺ എപ്പോഴും എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധ തൻ്റെ മേലേക്ക് വരാൻ വേണ്ടി എപ്പോഴും തന്നോട് ഒരു സിമ്പതി തോന്നിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയട്ടെ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏതോ ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ശാരീരികമായ ക്ഷീണമാണ്, വയ്യ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ സിമ്പതി കൂടുതൽ കിട്ടുവാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവം. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും ഇല്ലേ? വേറൊരു വിഭാഗമുണ്ട്, എപ്പോഴും അവരുടെ ജീവിതത്തിൽ നടന്ന ട്രാജഡിയുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സിമ്പതി പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നവർ. ഇങ്ങനെ മറ്റുള്ളവരോട് തൻ്റെ പ്രശ്നങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഇവർ തീർച്ചയായിട്ടും വീക്ക് പേഴ്സൺ ആയിരിക്കും. എന്നാൽ ഒരു സ്ട്രോങ് പേഴ്സൺ എങ്ങനെയായിരിക്കും അറിയുമോ? ഒരിക്കലും മറ്റുള്ളവർ എൻ്റെ മേലെ സിമ്പത്തറ്റിക് ആയിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്ന് അവർ ചിന്തിക്കുകയേയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ സ്വന്തം മതിപ്പുള്ളവരായിരിക്കും. അത് കാരണത്താൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. ഒരു സ്ട്രോങ് പേഴ്സൺ ഒരിക്കലും മറ്റുള്ളവരുടെ ശ്രദ്ധ എനിക്ക് വേണമെന്ന് ചിന്തിക്കില്ല. അടുത്ത നമ്പർ 11, ദേ ടേക്ക് റിവെഞ്ച്. ആരെങ്കിലും കാരണത്താൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് അറിഞ്ഞാൽ ഉടനെ അതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്താഗതിയില്ലേ, ഇത് വീക്ക് പീപ്പിൾസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. വീക്ക് പേഴ്സൺസിന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കേണ്ടി വന്നാൽ അവരുടെ ഈഗോ ഹർട്ടാകും. അത് അവർക്ക് വളരെ വലിയൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കും. ആ ഒരു കാരണത്താൽ വളരെയധികം കോപം വരും. ഇതൊക്കെ സ്വയം ചെയ്തു വെക്കുന്നതാണ്. ആകെ ചെറിയൊരു കാര്യം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് എന്നെ ഇങ്ങനെ ആക്കിയ ആളെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയും. എന്നിട്ട് റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സമീപിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ റിവഞ്ചിലൂടെ ഒരിക്കലും ഒരു പ്രശ്നം ശാന്തമാകില്ല എന്നുള്ളത് അവർക്ക് അറിയില്ല. അടുത്ത നമ്പർ 10, ദേ റയർലി അഡ്മിറ്റ് ഫാൾട്ട്. വീക്ക് പീപ്പിൾ എപ്പോഴും ഞാൻ സേഫ് അല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. തെറ്റുകൾ സംഭവിച്ചാൽ അത് സമ്മതിക്കാൻ പോലും ഇഷ്ടമായിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവരെ അറിയുമോ, ഞാനൊരു തെറ്റുകാരനാണെന്ന് മറ്റാരെങ്കിലും പറയുമോ എന്നൊക്കെ ചിന്തിക്കും.
മനുഷ്യന് തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടും ഉണ്ടാവും. അത് അങ്ങനെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു വീക്ക് പേഴ്സൺ ആണെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നത് കരുതിയിട്ടാണ് തെറ്റുകളെ സമ്മതിക്കാത്തത്. എന്നാൽ സ്ട്രോങ് പീപ്പിൾസിന് ഒരിക്കലും ഇങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലില്ലേ, അതെ എനിക്ക് തെറ്റ് സംഭവിച്ചു, ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത് എന്ന് പറയും. എന്തുകൊണ്ടെന്നാൽ ആ ഒരു തെറ്റ് കാരണം എൻ്റെ ഒരു കംപ്ലീറ്റ് ഡെഫിനേഷൻ മാറാൻ പോകുന്നൊന്നുമില്ല. അത് എനിക്ക് സംഭവിച്ചൊരു തെറ്റ്, അത്ര മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതായത് ഒരു വ്യക്തി തൻ്റെ തന്നെ ഡൗൺ സൈഡിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു സ്ട്രെങ്ത് ആണ്. അടുത്ത നമ്പർ 13, ദ റിഫ്യൂസ് ടു എന്റർടൈൻ അതേഴ്സ് ഒപ്പീനിയൻസ്. വീക്ക് പീപ്പിൾ ഇങ്ങനെയാണ് പറയുക, എന്റെ അഭിപ്രായമാണ് ശരി, നിന്റെ അഭിപ്രായം ഞാൻ എന്തിനാ കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ സംസാരം. ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളോട് നിങ്ങൾ അവർ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൂഫ് കാണിച്ചാൽ പോലും അവർ കിടന്ന് ഉരുണ്ട് അവർ പറഞ്ഞതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കും. മറ്റുള്ളവർ പറയുന്നത് എന്താണ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു തരി പോലും അവർ ശ്രദ്ധ കാണിക്കില്ല. അവരുടെ ഭാഗം മാത്രം ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് മറ്റുള്ളവർ കേൾക്കേണ്ടത് എന്ന് അവർക്ക് വാശിയായിരിക്കും. മറ്റുള്ളവർ എന്നേക്കാൾ വലിയ അഭിപ്രായം പറയുന്നത് അവർക്ക് സഹിക്കുകയില്ല. ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് അവർ ഒരിക്കലും അംഗീകരിക്കുകയുമില്ല. തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങളെ കുറിച്ച് പഠിക്കുകയുമില്ല. എന്നാൽ തെറ്റ് സംഭവിക്കുന്നതും തീരുമാനങ്ങൾ മാറ്റുന്നതും ഒപ്പീനിയൻ മാറ്റുന്നതും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് സ്ട്രോങ് പീപ്പിൾസ് വിശ്വസിക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഒപ്പീനിയൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, ഇതിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുക. വീക്ക് പീപ്പിൾ എപ്പോഴും എനിക്കെല്ലാം അറിയാമെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നല്ലൊരു വ്യക്തി എപ്പോഴും തന്റെ ഒപ്പീനിയൻസ് കാലം മാറുന്നതിനനുസരിച്ച്, പ്രായം മാറുന്നതിനനുസരിച്ച് മാറേണ്ടി വരും, നിലപാട് മാറ്റേണ്ടി വരും. അതിൽ തെറ്റില്ല എന്ന് സ്ട്രോങ് പീപ്പിൾ വിചാരിക്കും. അടുത്ത നമ്പർ 14, ദേ ടേക്ക് ഫീഡ്ബാക്ക് വെരി ബാഡ്ലി. നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഫീഡ്ബാക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അതിനെല്ലാം അതിൻ്റെതായ ഒരു വിലയുണ്ടായിരിക്കും. നമ്മൾക്ക് വിമർശനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വളരാനുണ്ട്, അതുകൊണ്ടാണ് വിമർശനങ്ങൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ക്രിറ്റിസിസത്തിനെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വളർച്ചയുണ്ടാവും. എന്നാൽ വീക്ക് പീപ്പിൾ എങ്ങനെയാണെന്ന് അറിയുമോ, അവനവനെ പുകഴ്ത്താതെ വേറെ എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും അവർക്കത് ഇഷ്ടാവില്ല. ഇങ്ങനെ ഫീഡ്ബാക്ക് സ്വീകരിക്കാൻ മനസ്സില്ലാത്തൊരു വ്യക്തിയോട് നിങ്ങളുടെ ജോലിയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വേണം കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളിൽ നിന്ന് വേഗം ഓടിപ്പോകാനാണ് അവർ ശ്രമിക്കുക. ഇങ്ങനെ ഫീഡ്ബാക്കുകൾ സ്വീകരിക്കാത്തത് കാരണം അവർക്ക് വളർച്ച ഉണ്ടാവില്ല. അത് കാരണത്താൽ അവനവനെ ഒരു ലിമിറ്റഡ് ഏരിയയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടവനെ അവർക്ക് പറ്റുള്ളൂ. അടുത്ത നമ്പർ 15, ദേ ഗിവ് അപ്പ്. വീക്ക് പീപ്പിൾ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ തോൽവികൾ എന്നാണ് പരിഗണിക്കുക. അതായത് രണ്ടാമതും പരിശ്രമിക്കാൻ അവർ ശ്രമിക്കില്ല. ഇനിയും എനിക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഗിവപ്പ് ചെയ്യുന്നവരായിരിക്കും അവർ. തെറ്റുകളെ ചെയ്തില്ല എങ്കിൽ തെറ്റുകളിൽ നിന്ന് എങ്ങനെ പഠിക്കും? അങ്ങനെ തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കണമെങ്കിൽ നമ്മളൊന്ന് പരിശ്രമിച്ചു നോക്കും വേണ്ടേ? അങ്ങനെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കാര്യത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ശീലം ഉണ്ടാവരുത്. അതുകൊണ്ട് ഗിവപ്പ് എന്ന് പറയുന്നത് ഒരു മോശമായ ഓപ്ഷനാണ്. നിങ്ങൾ തോറ്റതിനെ കുറിച്ചിട്ടൊന്നും എണ്ണിയിട്ട് ആരും നിങ്ങളെ ഒന്നും വിലയിരുത്താൻ പോകുന്നില്ല. നിങ്ങളുടെ തോൽവികളെ ആരും നോക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ വിജയത്തെ മാത്രമേ നോക്കുകയുള്ളൂ. നിങ്ങൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ രണ്ടാമത് പരിശ്രമിച്ചിട്ട് രണ്ടാമതും തോറ്റുപോയാലോ എന്ന് പേടിക്കണ്ട. തോറ്റുപോയാലും കുഴപ്പമില്ല, പരിശ്രമിക്കാതിരിക്കുന്നതാണ് കുഴപ്പം. നിങ്ങൾ പരിശ്രമിക്കുകയേ ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. തോൽവി എന്ന് പറയുന്നത് നമ്മൾ വിജയത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തടയാൻ പറ്റാത്ത നമ്മുടെ മുന്നിൽ വരുന്നൊരു കാര്യം തന്നെയാണ്. എത്ര തവണ നിങ്ങൾ തോൽവി നേരിട്ടോ അത്രയധികം വിജയത്തിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശരിയായ പാതയിലേക്ക് അപ്പം മാത്രമാണ് നിങ്ങൾ എത്തുക. ഇതൊന്നും അറിയാത്ത കാരണമാണ് ഈ വീക്ക് പീപ്പിൾ എപ്പോഴും വീക്കായിട്ട് തന്നെ തുടരുന്നത്. ഈ 15 വിഷയങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളൊരു സ്ട്രോങ് പേഴ്സണായി മാറാൻ വേണ്ടി പരിശ്രമിക്കൂ. എൻ്റെ ആശംസകൾ. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.